ഒരു റോഡപകടം ആർക്കും സംഭവിക്കാം. അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപകടമുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് താഴെ കൊടുക്കുന്നു. ഇൻഷുറൻസ് ഉള്ളപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരിഭ്രാന്തരാകാതിരിക്കുക, ശാന്തമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പരിഭ്രാന്തരാകുന്നത് തെറ്റായ തീരുമാനങ്ങളെടുക്കാൻ ഇടയാക്കും. സുരക്ഷ ഉറപ്പാക്കുക. വാഹനത്തിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ എഞ്ചിൻ ഓഫ് ചെയ്യുക. അപകട സ്ഥലത്തുനിന്ന് മാറരുത്. അപകടം നടന്ന ഉടൻ സ്ഥലം വിട്ടുപോകരുത്. പരിക്കേറ്റവരെ സഹായിക്കുക. ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ഉറപ്പാക്കുക. 108 എന്ന നമ്പറിൽ വിളിച്ച് ആംബുലൻസ് വരുത്തുക. പോലീസിനെ അറിയിക്കുക. അപകടം നടന്ന ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് പോലീസിനെ വിവരമറിയിക്കുക. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. തെളിവുകൾ ശേഖരിക്കുക. അപകടം നടന്ന സ്ഥലത്തിന്റെയും വാഹനങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോകളും എടുക്കുക. സാഹചര്യങ്ങളും റോഡിന്റെ അവസ്ഥയും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ എടുക്കുക. അപകടത്തിന് സാക്ഷികളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ, പേര്, ഫോൺ നമ്പർ ശേഖരിക്കുക. മറ്റേ വാഹനത്തിന്റെ ഡ്രൈവറുടെ പേര്, ഫോൺ നമ്പർ, ഇൻഷുറൻസ് വിവരങ്ങൾ, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നിവ ചോദിച്ചറിയുക. ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ വിവരമറിയിക്കുക. അപകടത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് നൽകുക. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. മൊഴി നൽകുമ്പോൾ ശ്രദ്ധിക്കുക. പോലീസിനോ ഇൻഷുറൻസ് കമ്പനിക്കോ മൊഴി നൽകുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഊഹങ്ങൾ പറയാതിരിക്കുക. ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ മുകളിലുള്ള മിക്ക കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പരിഭ്രാന്തരാകാതിരിക്കുക. ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്തത് ഒരു പ്രശ്നമാണെങ്കിലും ശാന്തമായി പെരുമാറുക. പരിക്കേറ്റവരെ സഹായിക്കുക. ഇൻഷുറൻസ് ഇല്ലെങ്കിലും പരിക്കേറ്റവരെ സഹായിക്കുക എന്നത് നിങ്ങളുടെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. വൈദ്യസഹായം ഉറപ്പാക്കുക. പോലീസിനെ അറിയിക്കുക. ഇൻഷുറൻസ് ഇല്ലെങ്കിലും പോലീസിനെ അറിയിക്കണം. ഇൻഷുറൻസ് ഇല്ലാത്തതിന് പിഴ ചുമത്താൻ സാധ്യതയുണ്ട്. സാധ്യമായ ഒത്തുതീർപ്പ്. നിയമപരമായ നടപടികൾ ഒഴിവാക്കാൻ അപകടത്തിൽപ്പെട്ട മറ്റേ കക്ഷിയുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാവുന്നതാണ്. നഷ്ടപരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യാം. എന്നാൽ ഇത് നിയമപരമായ ഒരു നിർബന്ധമല്ല, മറിച്ച് സാഹചര്യം വഷളാകാതിരിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. നിയമപരമായ സഹായം തേടുക. ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും. ഭാവിയിൽ ഇൻഷുറൻസ് എടുക്കുക. ഈ അനുഭവം ഒരു പാഠമായി കണ്ട് ഭാവിയിൽ എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമായും ഇൻഷുറൻസ് എടുക്കുക. ഇന്ത്യൻ നിയമപ്രകാരം ഇത് നിർബന്ധമാണ്. പ്രധാന ശ്രദ്ധയ്ക്ക്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അപകടം നടന്നയുടൻ സംഭവസ്ഥലത്തുനിന്ന് ഓടിപ്പോകരുത്. ഇത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മറ്റേ കക്ഷിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ശാന്തമായി വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കുക. ഓർക്കുക, സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ എല്ലായ്പ്പോഴും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. Like, comment, share and subscribe for more useful videos.